വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ഹാൻഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റുഡിയോ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇന്ന് നമ്മൾ പോകുന്നത് ഇടപ്പള്ളിയിലെ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം, എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. അപ്പം നമുക്ക് വുമൻസിനും മെൻസിനൊക്കെ പറ്റിയ കിഡ്സിനൊക്കെ പറ്റിയൊരു എന്തോരം കളക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കയറി ചെല്ലുന്നത് തന്നെ വുമൻസിൻ്റെ കളക്ഷനാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ക്രോപ്പ് ടോപ്സ്, നമ്മുടെ വെസ്റ്റേൺ വെയർസ് ഒക്കെ ആയ ഒരുപാട് സ്ലീവ്ലെസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഈ സ്ലീവ്ലെസ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ. പിന്നെ കുട്ടികളുടെ സെക്ഷൻ ആണെങ്കിൽ ഇവിടെ അധികം എനിക്ക് ഈ യെല്ലോയും ഈ ഗ്രീനും എനിക്കതൊക്കെ ഇഷ്ടമായി. പക്ഷേ ഇവിടെ ഉള്ളതിനേലും കൂടുതൽ കളക്ഷൻ എനിക്ക് കലൂർ കത്രിക്കടവ് റോഡിലുള്ള സ്റ്റുഡിയോയിലാണ് കൂടുതലും കിഡ്സിൻ്റെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ കാക്കനാടും ഉണ്ടെന്ന് തോന്നുന്നു. കാക്കനാട് ഞാൻ 1-2 തവണയായിട്ട് പോയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെ കിഡ്സിൻ്റെ ഒന്നും വലിയ കളക്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഒത്തിരി കിഡ്സിൻ്റെ കളക്ഷൻ എനിക്ക് തോന്നിയില്ല. കലൂർ കത്രിക്കടവ് റോഡിലാണ് കൂടുതലും ഇതിൽ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് കൂടുതലും ഇഷ്ടമായത്. അത് ചെറിയ സ്റ്റുഡിയോ ആണ് എങ്കിലും അവിടുത്തെ കളക്ഷൻസ് ആയിരുന്നു കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ കിഡ്സ് സെക്ഷനിൽ കൊച്ചിന് പറ്റിയ ഷോർട്സും ടീഷർട്ടും നോക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ 13-14 ഇയേഴ്സ് ഉള്ള പിള്ളേർക്കൊക്കെ പറ്റിയ കളക്ഷനാണ്. അപ്പോൾ ആറൂന് എപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സുകളാണ്. എൻ്റെ കൊച്ചിന് അങ്ങനെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളൊന്നും തീരെ ഇഷ്ടമല്ല. വളരെ ഹെവി ആയിട്ടുള്ള വലിയ ബാർബി ടൈപ്പോ അങ്ങനെ വലിയ ഹെവി സാധനങ്ങളൊക്കെ എൻ്റെ കൊച്ചിന് പറ്റുള്ളൂ. എനിക്ക് സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ കൊച്ചിന് നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ഇവിടുന്നൊക്കെ അത്യാവശ്യം കിട്ടുന്നതൊക്കെ വാരി എൻ്റെ ബാഗിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതെല്ലാം മേടിക്കാൻ ഇതും സമ്മതിക്കൊന്നുമില്ല. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വാരി ഇങ്ങനെ എടുക്കും. സ്ത്രീകൾക്ക് നമുക്ക് ഏറ്റവും കൂടുതലും ക്രൈസ് ഉള്ളതാണ് തുണി, പാത്രങ്ങൾ, ഗോൾഡ്, ജ്വല്ലറീസ്, ചെരുപ്പ്. ഇതൊക്കെ നമുക്ക് ഭയങ്കര അത്യാർത്ഥിയുള്ള സാധനങ്ങളാണ്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. തപ്പി എൻ്റെ കൊച്ചിൻ്റെ സൈസിനൊന്നും കിട്ടുന്നില്ല കേട്ടോ. കാരണം അവൻ 7-8 ഇയേഴ്സ് ഉണ്ടെങ്കിലും അവൻ ഭയങ്കര മെലിഞ്ഞതായതുകൊണ്ട് അവന് കറക്റ്റ് സൈസിൽ ഡ്രസ്സുകൾ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ തപ്പി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങോട്ട് പാടാൻ മോനെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സാധനമാണ്. അപ്പോൾ കണ്ടോ ഇതാണ് പരിപാടി. പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമാവുന്നതാ ഇതുപോലത്തെ ചെറിയ ഡബിൾ ഷെയ്ഡ് ടീഷർട്ടുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നതൊക്കെ. ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര കൗതുകം തോന്നുന്ന കുറേ അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതെൻ്റെ സിസ്റ്റർ ഇല്ലോയാണ് കേട്ടോ, എൻ്റെ നാത്തൂൻ. അപ്പോൾ പുള്ളിക്കാരത്തെയും പിള്ളേർക്കുള്ള ടീഷർട്ടുകളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. ഇപ്പോൾ ഇവൻ ഇട്ടുകൊണ്ട് നടക്കുന്ന ഇതൊക്കെ സ്റ്റുഡിയോയിലെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ റേറ്റിൽ നമുക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ
നല്ല നല്ല സാധനങ്ങൾ ലക്ഷ്യം വീഴും. പക്ഷേ സ്റ്റുഡിയോയുടെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അധികം അങ്ങനെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. 1-2 തവണ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 4 to 5 ടൈംസ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളത് നീട്ടിക്കിടേണ്ടി വരും. അത്രയ്ക്കുള്ള ക്വാളിറ്റിയെ സ്റ്റുഡിയോയിലെ ഡ്രസ്സിന് ഇപ്പോൾ ടീഷർട്ട്സിനൊക്കെ വരുന്നുള്ളൂ. പിന്നെ നമ്മളൊക്കെ ഒരു 3-4 തവണയും കൂടുതലൊന്നും ഒരു ഡ്രസ്സ് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതങ്ങ് മടക്കി എവിടെയെങ്കിലും എടുത്ത് വെക്കും, അതല്ലെങ്കിൽ നമ്മൾ നീട്ടിക്കിടും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകളൊക്കെ എടുക്കാം സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കൂടുതലും സ്റ്റുഡിയോ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ബ്രാൻഡായി മാറിയേക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര നല്ലതാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ് ഒക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഗേൾസിന് പറ്റിയ അടിപൊളി ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്രോപ്പ് ടോപ്സ്, പിനാഫോർ, ഇത് ഈ കിടക്കുന്ന വൈറ്റ് പിനാഫോറൊക്കെ ഇല്ലേ, എനിക്ക് ഈ പിനാഫോറൊക്കെ ഇഷ്ടമാണ്. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ഡെനിം ടൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വൈറ്റൊക്കെ ഭയങ്കര, പിനാഫോർ ഇടുമ്പം നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഹെയർ സ്റ്റൈലിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ആ ഡ്രസ്സ് വെയർ ചെയ്യാം. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി പ്രിന്റഡ് ആയിട്ടുള്ള ടീഷർട്ട്സ്, അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ ഇപ്പം സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്പ് ടോപ്സ് ഒക്കെ അവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ എടുത്ത് അവിടെ തിരിച്ച് വെക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. കാരണം എനിക്ക് ചെറുതായി തടി വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കും ചെറുതായി എല്ലാം നന്നായി തടി വെച്ചിട്ടുണ്ടെന്ന്, പക്ഷേ അത് നിങ്ങളുടെ വിചാരം മാത്രമാണ്. എനിക്ക് ചെറുതായിട്ട് തടി വെച്ചിട്ടുണ്ട് എന്നേ ഞാൻ സമ്മതിക്കുള്ളൂ. കാരണം ഞാൻ ഇനിയും മെലിയും ഗൈസ്. അതുകൊണ്ട് തന്നെ അപ്പം നമ്മളിതുപോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇനി വരും. പക്ഷേ ഇപ്പം ചില സാഹചര്യ സമ്മർദ്ദങ്ങളാൽ പറ്റുന്നില്ല. അപ്പം നാട്ടിലൊക്കെ പോയി 2 മാസം നിന്നതിൻ്റെയാണ് ഇതുപോലെ ചക്കപ്പോത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം അവിടെ ചക്കയും മാങ്ങയും തേങ്ങയും പിന്നെ കാച്ചിലും ചേമ്പും ഒക്കെ തിന്നത് ഇതുപോലെ ഇരിക്കുന്നു. എറണാകുളത്ത് വന്നിട്ടുണ്ട്. അപ്പം ചിലപ്പം മെലിയാനുള്ള സാഹചര്യമുണ്ട്. എങ്കിലും നമ്മൾ പുറത്ത് പോയി ഇങ്ങനെ മിക്കപ്പോഴും ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ടും ഡയറ്റ് ഇല്ലാത്തത് കൊണ്ടും വർക്കൗട്ട് ഇല്ലാത്തത് കൊണ്ടും മെലിയുമോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുമ്പിൽ വലുതായി ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. എങ്ങനെയാണെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു വലിയ ആവശ്യകത ആയതുകൊണ്ട് ഇനിയും വർക്കൗട്ടുകൾ ഉണ്ടാകും, മെലിയും. എന്നിട്ട് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാനൊരു വരവ് വരും. പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് ഇതാണ് കേട്ടോ. നമ്മുടെ ഒരുപാട് ടീഷർട്ട്സുകൾ വന്നിട്ടുണ്ട്. നല്ല പ്രിൻ്റഡ്, ഹെവി പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടീഷർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രിൻ്റുകളൊന്നും ഫ്രണ്ടിലല്ല, ബാക്കിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റേതായ ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് പ്രിൻ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം എന്നുള്ളൊരു മൈൻഡുള്ള ആളാണ് കേട്ടോ. എനിക്ക് ഫ്രണ്ടിൽ പ്രിൻ്റഡ് വരുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ബാക്ക് സൈഡിൽ അധികം പ്രിൻ്റഡ് വരുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതിനിപ്പോൾ ഫ്രണ്ടിൽ ഒന്നുമില്ല, പ്ലെയിൻ ആയതുകൊണ്ട് എനിക്കത്ര പറയാം. പക്ഷേ ഇത് നെക്ക് തിരിച്ചിടാനും പറ്റില്ലല്ലോ, ബനിയനല്ലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എന്തായാലും കുറേ ക്യൂട്ട് ഡിസൈൻസ്, ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്. അടിയിലിങ്ങനെ ഹക്കോബ മെറ്റീരിയലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ ഷഗ് ഇങ്ങനെ സ്ലീവ്ലെസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇടാം. ഇനിയിപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ ഷഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നൈസായിട്ട് ഇടാം. പിന്നെ ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. എനിക്കത് രണ്ടും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്തൊക്കെ മേടിച്ചു എന്നുള്ളൊരു വീഡിയോ നെക്സ്റ്റ് ടൈം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി 12 minutes ഒക്കെ ഉണ്ടെന്ന് തോന്നി വീഡിയോ. പിന്നെ ഇതുപോലെ കുറേ മെൻസിൻ്റെ കളക്ഷൻ, ടീഷർട്ട്സ് അങ്ങനെയൊക്കെയുണ്ട്. ഞാൻ അധികം മെൻസിൻ്റെ കളക്ഷനിലേക്ക് പോയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കറങ്ങി, കൂടുതൽ ലേഡീസിൻ്റെ അവിടെ തന്നെ കറങ്ങാനുള്ള ടൈം കിട്ടിയില്ല ഗൈസ്.
പിന്നെ കുറേ ഷോർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ലേഡീസിനും ജെൻസിനും എല്ലാം ഉപയോഗിക്കാവുന്ന ഒരുപാട് ഷോർട്സുകളുണ്ട് കേട്ടോ. അതും 120 അത്ര 99 അത്ര എന്തോ റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല ഷോർട്സ് ആണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ. പിന്നെ കുറേ നൈറ്റ് ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് സ്റ്റുഡിയോയിൽ. അങ്ങനെയൊക്കെ. അപ്പോൾ വിമൻസിനുള്ള ഫുഡ് വെയേഴ്സൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.